ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കി. അതായത് ഹൈറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം, ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇനി അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. A tree breaks due to storm and the broken part bends so that the top of the tree touches the ground, making an angle 30 degrees with it. The distance between the foot of the tree to the point where the top touches the ground is 8 meters. Find the height of the tree. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം ഒരു ട്രീ ഉണ്ടായിരുന്നു, ആ ട്രീ ബ്രേക്ക് ചെയ്തിട്ട് ബെൻഡായി. അപ്പോൾ അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഗ്രൗണ്ടിലായിരിക്കും ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഈ ട്രീയുടെ ഫൂട്ടിൽ നിന്ന് 8 മീറ്റർ ദൂരത്തിലായിരിക്കും. പിന്നെ ട്രീയുടെ ടോപ്പ് ഗ്രൗണ്ടുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ട്രീയുടെ ഹൈറ്റ് എത്രയാണ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പ്രോബ്ലത്തിൻ്റെ ഒരു ഫിഗർ വരയ്ക്കാം. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഫിഗർ. അതായത് AB എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ട്രീ, പിന്നെ BC എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ്. അതായത് ഈ ട്രീ ബ്രേക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ടോപ്പ് ടച്ച് ചെയ്യുന്നതാണ് C പോയിന്റ്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ C പോയിന്റ്, അതായത് ട്രീയുടെ ടോപ്പ് ടച്ച് ചെയ്യുന്ന പോയിന്റ് അത് ട്രീയുടെ ഫൂട്ട്, അതായത് Bയിൽ നിന്ന് 8 മീറ്റർ ഡിസ്റ്റൻസിലാണെന്ന്. അതായത് അതാണ് ഞാൻ ഈ BC പോയിന്റ്, BC സൈഡ് 8 മീറ്റർ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഹൈറ്റ് ഓഫ് ദ ട്രീ. ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറയുന്നത് ഒറിജിനൽ ഹൈറ്റ് ആണ്. അതായത് AB എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രേക്ക് ചെയ്തതിന് ശേഷമുള്ള ഹൈറ്റ് ആണ്. അപ്പം ഈ ട്രീയുടെ ബ്രേക്ക് ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് AC ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഹൈറ്റ് ഓഫ് ദ ട്രീ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം AB വേണം, പിന്നെ ACയും വേണം. AB പ്ലസ് AC ആയിരിക്കും ഹൈറ്റ് ഓഫ് ദ ട്രീ. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഒറ്റ മെഷർമെൻറ്റേ ഉള്ളൂ കയ്യിൽ, അതായത് BC മാത്രമേ ഉള്ളൂ കയ്യിൽ. പക്ഷേ ആംഗിൾ ACB എന്ന് പറയുന്ന ആംഗിൾ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ 30 ഡിഗ്രി എന്ന് പറയുന്നത് ട്രീ ടോപ്പ്, അതായത് C ഗ്രൗണ്ടുമായിട്ട് ഫോം ചെയ്ത ആംഗിളാണ്. അതാണ് 30 ഡിഗ്രി. അപ്പോൾ ഈ 30 ഡിഗ്രി വെച്ച് നമുക്ക് ABയും ACയും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. AB ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അൺനോൺ സൈഡ് എന്ന് പറയുന്നത് AB ആണ്, നമ്മുടെ നോൺ സൈഡ് എന്ന് പറയുന്നത് BC ആണ്. ഈ AB എന്ന് പറയുന്നത് ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡും BC എന്ന് പറയുന്നത് ആംഗിൾ സിയുടെ അഡ്ജസൻറ്റ് സൈഡുമാണ്. അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് ഈ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ ഏതാണെന്നാണ്. അപ്പോൾ നമുക്കറിയാം tan C ആണ്. കാരണം tan C എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ നമുക്ക് tan C അല്ലെങ്കിൽ tan 30 അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ AB സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. tan 30 അല്ലെങ്കിൽ നമുക്ക് tan C, ഇപ്പം നമുക്ക് ഈ ഫിഗർ അനുസരിച്ചിട്ടുള്ള നമുക്ക് ചെയ്യാം. അപ്പോൾ tan C എന്ന് പറയുന്നത് നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ AB ബൈ BC ആണ് tan Cയുടെ ഇതിൽ നമുക്ക് tan C എന്ന് പറയുന്നത് AB ബൈ BC ആണ്. അപ്പോൾ tan C നമുക്കറിയാം, C എന്ന് പറയുന്നത് ആംഗിൾ C എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ നമുക്ക് ഈ ഓരോന്നിനും നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ tan Cക്ക് പകരം നമ്മൾ എഴുതും tan 30 ഈക്വൽ ടു, ഇതിൽ ABയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് നമ്മൾ AB അതുപോലെ എഴുതും, ബൈ BC നമുക്കറിയാം 8 ആണെന്ന്. അപ്പോൾ BC ബൈ 8. ഇനി ഈ tan 30യുടെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം. tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. 1/√3. അപ്പോൾ 1/√3 ഈക്വൽ ടു AB ബൈ 8. അപ്പോൾ നമുക്കറിയാം 1/√3 ഈക്വൽ ടു AB ബൈ 8 ആണ്. അപ്പോൾ ഇനി AB കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ റൈറ്റ് സൈഡിലുള്ള 8 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. അതായത് അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ആകും 8/√3 ഈക്വൽ ടു AB. ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ AB എന്ന് പറയുന്നത് 8/√3 ആണ്.
അപ്പോൾ നമുക്ക് ട്രീയുടെ ഒരു പോർഷൻ, അതായത് ഇപ്പോൾ സ്റ്റാൻഡിങ് പോർഷൻ എന്ന് പറയുന്നത് AB ആണ്, ആ പോർഷൻ നമുക്ക് കിട്ടി h/√3. ഇനിയിപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ കിട്ടണമെങ്കിൽ നമുക്ക് AC കൂടി അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ വീണ്ടും ഈ നോൺ സൈഡും അൺനോൺ സൈഡും തമ്മിലുള്ള റിലേഷൻ വീണ്ടും നോക്കണം. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് AC ആണ്, അതായത് ഹൈപ്പോട്ടന്യൂസ് ആണ്. അതുപോലെ നമുക്ക് അറിയാവുന്ന സൈഡ് എന്ന് പറയുന്നത് BC ആണ്, അത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിൽ കണക്ട് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത് കോസ് ആണ്. അതുകൊണ്ട് നമുക്ക് കോസ് C എടുക്കാം. അപ്പോൾ കോസ് C എന്ന് പറയുന്നത് കോസ് C ഈസ് ഈക്വൽ ടു adjacent side, അതായത് BC by hypotenuse AC. ഇതാണ് നമ്മുടെ കോസ് C എന്ന് പറയുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ. ഇനി നമുക്കറിയാം C എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 30 ഡിഗ്രി ആണ്. അപ്പോൾ കോസ് 30 ഈസ് ഈക്വൽ ടു BC എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 ബൈ AC എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അൺനോൺ ആണ്. അപ്പോൾ അത് നമ്മൾ അതുപോലെ എഴുതും. അപ്പോൾ AC. ഇനി കോസ് 30 എന്ന് പറയുന്നത് നമുക്കറിയാം √3/2 ആണ്. 2 ഈക്വൽ ടു 8/AC. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ AC എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ സോൾവ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ AC ഈസ് ഈക്വൽ ടു 16/√3. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ ട്രീയുടെ രണ്ട് പോർഷനും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ABയും കാൽക്കുലേറ്റ് ചെയ്തു, ACയും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഹൈറ്റ് ഓഫ് ദ ട്രീ കാണാൻ നമുക്ക് ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ ട്രീ ഈസ് ഈക്വൽ ടു 8/√3 plus 16/√3. 8 plus 16 24. അപ്പോൾ 24/√3. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ 24/√3 എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ ഇറാഷണൽ ഫോമിലാണ്, അതുകൊണ്ട് നമ്മൾ അത് റാഷണലൈസ് ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാൻ നമുക്കറിയാം √3 കൊണ്ട് നമ്മൾ മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റാഷണലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ 24/√3 ഇൻറ്റു √3/√3 ചെയ്യും. അതായത് 24/√3യുടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ √3/√3 കൊണ്ട് √3 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് ലാസ്റ്റിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 24√3/3 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 3യും 24 ക്യാൻസൽ ആയിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 8/8√3. ഇതാണ് നമുക്ക് ലാസ്റ്റിൽ കിട്ടുന്ന ആൻസർ. അപ്പോൾ 8√3 മീറ്റർ ആണ് ഈ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത് എ കോൺട്രാക്ടർ പ്ലാൻസ് to install 2 slides for the children to play in a park. For the children below the age of 5 years, she prefers to have a slide whose top is at a height of 1.5 meter and is inclined at an angle of 30 degree to the ground, whereas for elder children she wants to have a steep slide at a height of 3 meter and inclined at an angle of 60 degree to the ground. What should be the length of the slide in each case? അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ രണ്ട് സ്ലൈഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് സ്ലൈഡ്സിൻ്റെ ഹൈറ്റും ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ ആ സ്ലൈഡ് ഗ്രൗണ്ടുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾസും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് സ്ലൈഡിൻ്റെയും ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ രണ്ട് സ്ലൈഡ് ആകുമ്പം ഇതിനകത്ത് രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് ഡ്രോ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഈ രണ്ട് റൈറ്റ് ട്രയാങ്കിളിലെയും കാൽക്കുലേഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്, ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ പ്രോബ്ലത്തിൻ്റെ ഫിഗർ വരയ്ക്കും. അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ ഫിഗർ. അപ്പോൾ ഇവിടെ രണ്ട് സ്ലൈഡ്സ് ഉണ്ട്. ഇത് ബിലോ 5 ഇയേഴ്സ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ലൈഡാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് പെർപെൻഡിക്കുലർ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മീറ്ററും
പിന്നെ ഈ സ്ലൈഡ് ആംഗിളുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഇതാണ് വലിയ കുട്ടികൾക്കുള്ള സ്ലൈഡ്. അപ്പോൾ അതിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്ററും ഈ സ്ലൈഡ് ഗ്രൗണ്ടുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയുമാണ്. അതാണ് നമ്മളിപ്പോൾ ഈ ഫിഗറിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലെങ്ത് ഓഫ് ദ സ്ലൈഡ്. അപ്പോൾ ഫസ്റ്റ് സ്ലൈഡിൻ്റെ കേസിൽ, അതായത് ABC സ്ലൈഡിൻ്റെ കേസിൽ ലെങ്ത് ഓഫ് ദ സ്ലൈഡ് എന്ന് പറയുന്നത് AC ആണ്. സെക്കൻഡ് സ്ലൈഡിൻ്റെ കേസിൽ ലെങ്ത് ഓഫ് ദ സ്ലൈഡ് എന്ന് പറയുന്നത് PR ആണ്. അപ്പോൾ ഇത് നമ്മൾ അതുപോലെ ആംഗിൾസ് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ആംഗിളിൻ്റെയും ട്രിഗ്നോമെട്രിക് റേഷ്യോ നമ്മൾ എടുത്തിട്ടാണ് രണ്ട് കേസിലും ലെങ്ത് ഓഫ് ദ സ്ലൈഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്ലൈഡിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഒരു അൺനോൺ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നോൺ വാല്യൂവും അൺനോൺ വാല്യൂവും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ ഏതാണെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്, അത് C ആണ്. അപ്പോൾ ഈ സിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് AB. അതുപോലെ ഇതിൻ്റെ തന്നെ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട AC എന്ന് പറയുന്ന ലെങ്ത്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ ഏതാണ്. അത് നമുക്കറിയാം സൈൻ ആണ്. കാരണം സൈൻ C എന്ന് പറയുന്നത് AB ബൈ AC, അതായത് സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയതുകൊണ്ട് തന്നെ സൈൻ C എന്ന് പറയുന്നത് AB ബൈ AC ആയിരിക്കും. അങ്ങനെ നമുക്ക് ACയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സൈൻ C ഈക്വൽ ടു AB ബൈ AC. AB ബൈ AC ആണ്. അപ്പോൾ സൈൻ C എന്ന് പറയുന്നത് 60 ആയതുകൊണ്ട് നമ്മൾ എഴുതും സൈൻ 60 ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ കേസിൽ AB എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 ബൈ AC ഇതാണ് നമ്മൾ എഴുതുന്നത്. ഇനി സൈൻ 60യുടെ വാല്യൂ എന്താണെന്ന് നമുക്കറിയാം, √3/2 ആണ്. അപ്പോൾ ആ √3/2 നമ്മൾ ഇവിടെ എഴുതി. സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. പിന്നെ ഈക്വൽ ടു 3 ബൈ AC ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ AC എന്ന് പറയുന്നത് നമുക്ക് 6/√3 എന്ന് കിട്ടും. AC ഈസ് ഈക്വൽ ടു 6/√3. 6/√3 എന്ന് കിട്ടി. ഇനി ഇപ്പോൾ 6/√3 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് റാഷണലൈസ് ചെയ്യണം. അപ്പോൾ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിനെ √3 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റാഷണലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് AC ഈസ് ഈക്വൽ ടു 6/√3. 6√3/3. 6√3/3 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ 3യും 6ഉം കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് AC ഈസ് ഈക്വൽ ടു 2√3 എന്നായിരിക്കും. അപ്പോൾ AC എന്ന് പറയുന്നത്, അതായത് ഫസ്റ്റ് സ്ലൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2√3 മീറ്റർ ആണ്. മീറ്റർ എന്ന് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് സ്ലൈഡിൻ്റെ കേസിൽ നമ്മൾ ഇതുപോലെ തന്നെ പോവും. PQ എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, PR ആണ് ആ സ്ലൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും സെയിം ഓപ്പോസിറ്റ് സൈഡ് നമുക്കറിയാം, ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട സ്ലൈഡിൻ്റെ ലെങ്ത്. അപ്പോൾ അവിടെ നമ്മൾ സൈൻ 30 എടുക്കും. അപ്പോൾ സൈൻ 30 ഈസ് ഈക്വൽ ടു, അതായത് സൈൻ R ഈസ് ഈക്വൽ ടു PQ ബൈ PR. കാരണം PQ ഓപ്പോസിറ്റ് സൈഡാണ്, PR ആണ് ഇതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ സൈൻ 30 എന്താണെന്ന് നമുക്കറിയാം, അത് 1/2 ആണ്. 1/2 ഈസ് ഈക്വൽ ടു PQൻ്റെ വാല്യൂ 1.5 ആണ്. അപ്പോൾ 1.5 ബൈ PRൻ്റെ വാല്യൂ നമുക്കറിയില്ല, അപ്പോൾ നമ്മളത് PR എന്ന് തന്നെ എഴുതും. ഇനി PRൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ PR ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 3m ആണ്. ലെങ്ത് ഓഫ് ഫസ്റ്റ് സ്ലൈഡ് എന്ന് പറയുന്നത് 2√3 മീറ്ററും ലെങ്ത് ഓഫ് ദ സെക്കൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്
3 മീറ്ററും ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ AC-യും PR-ഉം എഴുതുന്ന സമയത്ത് നമ്മൾ മീറ്റർ കൂടെ ചേർക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ. പക്ഷെ നമ്മൾ ലാസ്റ്റിൽ ആൻസർ എഴുതുമ്പോൾ മാത്രമേ നമ്മൾ മീറ്റർ എഴുതേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ എഴുതും ലെങ്ത് ഓഫ് ഫസ്റ്റ് സ്ലൈഡ് ഈസ് ലെങ്ത് ഓഫ് ദ സ്ലൈഡ്സ് ഫോർ ചിൽഡ്രൻ ബിലോ 5 years ഈസ് ഈക്വൽ ടു 3 മീറ്റർ എന്ന് എഴുതും. പിന്നെ ലെങ്ത് ഓഫ് ദ സ്ലൈഡ് ഫോർ ചിൽഡ്രൻ അബവ് 5 years എന്നുള്ളത് 2√3 മീറ്റർ എന്നും എഴുതും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 60 meter above the ground. The string attached to the kite is temporarily tied to a point on the ground. The inclination of the string with the ground is 60 degrees. Find the length of the string assuming that there is no slack in the string. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു കൈറ്റ് നമ്മളിങ്ങനെ വലിച്ച് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രിങ് ഗ്രൗണ്ടിലുള്ള ഒരു പോയിന്റിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രിങ് ഗ്രൗണ്ടുമായിട്ട് ഫോം ചെയ്യുന്ന, അപ്പോൾ സ്ട്രിങ് എപ്പോഴും ചരിഞ്ഞായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ സ്ട്രിങ് ഗ്രൗണ്ടുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത്, ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ PR എന്ന് പറയുന്നതായിരിക്കും ആ സ്ട്രിങ് എന്ന് പറയുന്നത്. അപ്പോൾ PR ആയിരിക്കണം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ PQ ആണ് ഇപ്പോൾ കൈറ്റ് നിൽക്കുന്ന ഹൈറ്റ്. പിന്നെ RQ ആംഗിൾ R എന്ന് കാണിച്ചിരിക്കുന്ന 60 ഡിഗ്രിയാണ് ഈ സ്ട്രിങ് ഗ്രൗണ്ടുമായിട്ട് ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നോൺ സൈഡും അൺനോൺ സൈഡും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ നോക്കണം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ആംഗിൾ R ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് PQ, അതായത് 60 മീറ്റർ. അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ട സൈഡ് എന്ന് പറയുന്നത് PR ആണ്. അത് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ട്രിഗ്നോമെട്രിക് റേഷ്യോ ഏതാണെന്ന്. അത് നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് sin 60 അല്ലെങ്കിൽ sin R ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ട്രിഗ്നോമെട്രിക് റേഷ്യോ. അപ്പോൾ നമുക്ക് ആ റേഷ്യോ യൂസ് ചെയ്തിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ sin R is equal to PQ by PR, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ PQ by PR. ഇനി ഈ R എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ അതുകൊണ്ട് sin 60 is equal to PQ എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ 60 by PR. കാരണം നമുക്ക് PR ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ sin 60യുടെ വാല്യൂ നമുക്കറിയാം √3/2 ആണ്. ഇപ്പോൾ PR എന്ന് പറയുന്നത് നമുക്ക് 120/√3 എന്ന് കിട്ടും. ഇനി ഈ √3 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഈ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യണം. റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 120/√3 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് PR is equal to 120 into √3/√3 into √3. അപ്പോൾ 120/√3 into √3/√3 നമുക്ക് കിട്ടി. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് PR is equal to ഈ താഴെയുള്ള √3 കൂടെ 3 ആകും. അപ്പോൾ ആ 3യും 120 കൂടെ ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് 40 ആണ് കിട്ടുന്നത്. ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ 40√3 ആയിരിക്കും. അപ്പോൾ 40√3 മീറ്റർ ആണ്. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് എന്ന് പറയുന്നത് 40√3 മീറ്റർ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷനും ആംഗിൾ ഓഫ് ഡിപ്രഷനും യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ, ഹാപ്പി ലേണിംഗ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ, ഹാപ്പി ലേണിംഗ്.